യഹൂദനെ ലോകം വിശേഷിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ഘടികാരം എന്നാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, ലോകം ഏത് വഴിക്കാണ് നീങ്ങുന്നത്, ലോകത്തിൻ്റെ ഗതി എന്താണ്, ഇന്നത്തെ ഈ ലോകരാഷ്ട്രങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ യഹൂദനെ നോക്കണം എന്നാണ് പൊതുവെ ഒരു വയ്പ്. അതുകൊണ്ടാണ് അവനെ ലോകത്തിൻ്റെ ഘടികാരം എന്ന് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധേയമായിട്ട് ഈ ഒരു രാഷ്ട്രം വളർന്നു കയറുവാനായിട്ട് ഇടയാത്തീർന്നത്? അവരുടെ വളർച്ചയും അവരുടെ മേന്മകളും അവരുടെ ഉന്നതിയുമൊക്കെ ലോകം വളരെ അസൂയാവഹമായിട്ടാണ് നോക്കിക്കാണുന്നത്. എത്രയെങ്കിലും വലിയ സമ്പത്തുള്ള ഏറ്റവും വലിയ ശക്തി സംരംഭ കേന്ദ്രങ്ങളുള്ളവർ പോലും ഈ കൊച്ചു രാഷ്ട്രത്തെ ഭയപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് മിക്കവാറും അവരുടെ കായിക കരുത്തോ അവരുടെ മേന്മയോ അവരുടെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയൊന്നുമല്ല, മറിച്ച് ദൈവം അവരുടെ ദൈവമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിരിക്കുന്ന വിഷയം. ഇവരുടെ ഗുണമേന്മകൾ, അവരുടെ ഉയർച്ചകൾ, ഉന്നതികൾ, പ്രശസ്തികൾ ഇതൊക്കെ വളരെ കീർത്തിയുള്ള സംഗതിയാണെങ്കിൽ പോലും അവരുടെ തകർച്ചയെ നമ്മൾ നോക്കാതിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ തകർന്നു പോയ സാഹചര്യങ്ങളെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നവർ ലോകത്തിൻ്റെ ഘടികാരമായിട്ടോ ലോകത്തിൻ്റെ തലപ്പത്തോ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ താഴ്ചയുടെ തകർച്ചയുടെ ഒരു ദിവസങ്ങളുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. AD 70 അവരുടെ ആലയം നശിപ്പിച്ച് അതിൻ്റെ മതിലുകളെല്ലാം തീവച്ച് ചുട്ട് അവിടെയുള്ള സകല ആൾക്കാരെയും ഏതാണ്ട് അന്നത്തെ സ്ഥിതിവിശേഷമനുസരിച്ച് 70 രാഷ്ട്രങ്ങളിലേക്ക് അവർ പലായനം ചെയ്തു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു സ്വന്തം രാഷ്ട്രം നഷ്ടപ്പെട്ട് കൂടും കുടുക്കയും എടുത്ത് അവിടെ ജീവിതത്തിൻ്റെ സകല സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് പിറന്നു വീണ മണ്ണുപേക്ഷിച്ച് 70 രാഷ്ട്രങ്ങളിലേക്ക് 70-ലധികം രാഷ്ട്രങ്ങളിലേക്ക് അവ ചിതറിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പോലും ആ പ്രിയമുള്ളവർ വന്നു പാർത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഏതാണ്ട് 1800-ലധികം വർഷങ്ങൾ സ്വന്തം രാഷ്ട്രമില്ലാതെ, സ്വന്തമായ ഒരു മണ്ണില്ലാതെ, സ്വന്തമായ ഒരു ഭൂമിയില്ലാതെ, കിടക്കാൻ ഒരിടമില്ലാതെ 1800-ലധികം വർഷങ്ങൾ ഒരു ജനത ഇങ്ങനെ അധികം തകർക്കപ്പെട്ടു പോയത് ഈ ഭൂമിയിൽ വെച്ച്, ഈ ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് യഹൂദന്മാർക്ക് മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. 1948 മെയ് 14 വരെ സ്വന്തമായ ഒരു രാഷ്ട്രമില്ലാതെ, സ്വന്തമായ ഒരു തരി മണ്ണില്ലാതെ പലായനം ചെയ്ത് എക്സ്പാട്രിയേറ്റ്സ് ആയിട്ട് പലയിടങ്ങളിലും യഹൂദന്മാർ ഇങ്ങനെ ആയിരുന്നു എന്ന് ചരിത്രം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. 1948 മെയ് 14 അവർ രാഷ്ട്രം രൂപീകരിക്കുവാനായിട്ട് ഇടയാത്തീർന്നത്. ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അവർ കടന്നു വരുവാനായിട്ട് ഇടയാത്തീർന്നത്. അത്രയും കൊല്ലം ചരിത്രത്തിൽ ഒരിടമില്ലാതെ, കാലുകുത്താൻ ഒരടി മണ്ണില്ലാതെ അവർ ഇങ്ങനെ കറങ്ങി നടക്കുവാനായിട്ട് ഇടയാത്തീർന്നു. യഹൂദന്മാരുടെ ഏറ്റവും വലിയ സന്തോഷദായകമായിരുന്ന വസ്തുതയായിരുന്നു അവരുടെ ആലയം. ആലയത്തെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ മതിലുകളെയും പൊളിച്ചു കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഇന്ന് നമ്മൾ പലസ്തീനിൽ പോയി കഴിഞ്ഞാൽ, ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, ആലയം നിന്നു എന്നതിനെ അടയാളമായിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏക സൂചകമെന്ന് പറയുന്നത്, ഏക സൂചിക എന്ന് പറയുന്നത് യഹൂദന്മാർ ഇന്നും അവരുടെ തല കൊണ്ടിട്ട് ഇടിക്കുന്ന, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുന്ന, അവരുടെ പ്രാർത്ഥനകൾ എഴുതിയിടുന്ന വിലാപമതിൽ മാത്രമാണ് ഇന്നും ആലയം നിന്നു എന്നതിന് ഒരടയാളമായിട്ട് ബാക്കി നിൽക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഈ വിലാപമതിലാണ്. ഈ വിലാപമതിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിയരുടെ ഇടയിൽ ഇന്നും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രധാന ഐക്കണാണ് വിലാപമതിൽ എന്ന് പറയുന്നത്, വെയിലിംഗ് വാൾ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആലയം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടും, ഭയങ്കര മനോഹര വസ്തുവായിരുന്ന അവരുടെ സംഗതികളെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടും ഇത് മാത്രം എങ്ങനെയാണ് ശേഷിച്ചത്? കുറച്ച് മതിലിൻ്റെ ഒരു ഭാഗം കുമ്മായം കൊണ്ട് അടിച്ചു പൂഴ്ചിയിട്ടിരിക്കുന്ന ഈ മതിൽ അതുമാത്രം നിന്നു എന്ന് പറയുന്നത് എത്രയെങ്കിലും ആശ്ചര്യമുളവാക്കുന്ന ഒരു വസ്തുതയാണ്. അതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അവരുടെ തൽമൂദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ സംഗതി ഇങ്ങനെയാണ്: യഹൂദന്മാർ അവരുടെ ആലയവും ചുറ്റുമതിലും പണിയാനായിട്ട് തുടങ്ങുമ്പോൾ നിർദ്ദിഷ്ട ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാണ് അവർ പണിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ചുറ്റുമതിൽ വളരെ വിശാലമായിരിക്കുന്ന ഒന്നാണ്. അത് ഒരു പ്രോജക്റ്റിൽ വരുന്ന ഒരു സംഗതിയല്ല, പല ആൾക്കാർക്കും വിഭജിച്ചു കൊടുത്തിട്ടാണ് ആ മതിൽ പണിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. പണമുള്ളവർക്ക് ഒരു ഭാഗം കിട്ടി, പണം കുറഞ്ഞവർക്ക് ഒരു ഭാഗം കിട്ടി, മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് ഒരു ഭാഗം കിട്ടി. ഇങ്ങനെ സാധുക്കളായവരും പണമുള്ളവരും ഒക്കെ കൂടെ ചേർന്നാണ് ഈ മതിൽ പണിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഏറ്റവും ദരിദ്രരായിരിക്കുന്ന ആൾക്കാർ കുമ്മായം കൊണ്ടും ചെറിയ ഇഷ്ടികകളുമൊക്കെ പണിതുയർത്തിയ ഒരു ഭാഗമായിരുന്നു വിലാപമതിൽ നിൽക്കുന്ന ആ ഭാഗമെന്ന് പറയുന്നത്. AD 70 ആ തകർച്ച നടക്കുന്ന കാലഘട്ടത്തിൽ
തീത്തോസ് ചക്രവർത്തിയുടെ തേരോട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ വലിയ സൗധങ്ങൾ, അവിടെ ആലയത്തെയൊക്കെ ഇടിച്ച് നിരത്തി കളഞ്ഞപ്പോൾ ഈ പാവങ്ങൾ കുമ്മായക്കല്ലുകൊണ്ടും ചുണ്ണാമ്പ് കല്ലും കൊണ്ട് കെട്ടി ഉയർത്തിയ ആ ഭാഗത്തെ മാത്രം ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിന്ന് സംരക്ഷിച്ചു എന്ന് യഹൂദന്മാരുടെ തൽമൂദ് നമ്മളോട് പറയുകയാണ്. എന്താണ് ഇതിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ള സംഗതി? ഒരു പക്ഷേങ്കിൽ മനുഷ്യൻ അവൻ്റെ കായിക കരുത്ത് കൊണ്ട് നിർമ്മിക്കുന്നത്, അവൻ്റെ ഉരുക്ക് മുഷ്ടി കൊണ്ട് നിർമ്മിക്കുന്നത്, അവൻ്റെ പണം കൊണ്ട് നിർമ്മിക്കുന്നത്, അവൻ്റെ വൈജ്ഞാനിക തലങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന എല്ലാ സംഗതികളും പൊളിഞ്ഞു പോയേക്കാം. പക്ഷേ എളിയവർ ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒറ്റ സംഗതി പോലും പൊളിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നും ബുദ്ധിരാക്ഷസന്മാരായിരിക്കുന്ന യഹൂദന്മാർ, നൊബേൽ പുരസ്കാരങ്ങൾ പോക്കറ്റിലിട്ട് നടക്കുന്ന യഹൂദന്മാർ, ഇന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന യഹൂദന്മാർ, പല രാഷ്ട്രങ്ങൾക്കും ആയുധവും അതോടൊപ്പം തന്നെയുള്ള ഭയങ്കരമായിരിക്കുന്ന വൈജ്ഞാനിക സംഗതികൾ വിളമ്പിക്കൊടുക്കുന്ന യഹൂദന്മാർ അവരുടെ തലമണ്ണ കൊണ്ടുവച്ച് ഇടിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഈ സാധുക്കളായിരിക്കുന്നവർ പണിതുയർത്തിയ ആ മതിലാണ് എന്നുള്ള കാര്യം ലോകത്തിന് നൽകുന്ന ഒരു പാഠമുണ്ട്. ഇന്നത്തെ പ്രഭുക്കന്മാർ, ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇന്നത്തെ ഉന്നതന്മാർ, ഇന്നത്തെ ഏതൊരു മനുഷ്യനും പണിതുയർത്തുന്ന സംഗതികളെ പൊളിഞ്ഞു പോകാനുള്ള സംഗതികളാണത്. എന്നാൽ സാധുക്കളായിരിക്കുന്നവർ ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പണിതുയർത്തുന്ന ഒറ്റ സംഗതി പോലും പൊളിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല എന്നതിൻ്റെ ദൃശ്യമായിരിക്കുന്ന ഒരു തെളിവാണ്, ലോകത്തിന് കൊടുക്കുന്ന ഒരു സൂചികയാണത്. നിശ്ചയമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് പണിയുന്ന ഒന്നും പൊളിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി അതിനെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ബുദ്ധിരാക്ഷസന്മാർ അവരുടെ ബുദ്ധി കൊണ്ടും പണക്കാർ അവരുടെ പണം കൊണ്ടും സംരംഭങ്ങൾ കെട്ടി ഉയർത്തുമ്പോൾ നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഓരോ സംഗതിക്കും ചുവട് വയ്ക്കാം. ആ സംഗതി പൊളിഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ ദൈവം മതിയായവനാണ്. ദൈവം അവൻ്റെ കരുത്ത് നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ സേവകാത്മാക്കന്മാരായിരിക്കുന്നവർ, ദൂതന്മാർ നമ്മളെ ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് സജ്ജരാക്കുമെന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. വിലാപം അതിൽ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഏക വസ്തുത എന്ന് പറയുന്നത് സാധുക്കളുടെ ആ പ്രവൃത്തിയെ, പണമില്ലാത്തവർ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച ആ സംഗതിയെ പൊളിഞ്ഞു പോകാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി സംരക്ഷിച്ചെങ്കിൽ നമ്മുടെ നിസാരപ്പെട്ട പ്രവൃത്തികളെ സംരക്ഷിക്കാൻ ദൈവം മതിയായവനാണ്. ബുദ്ധിരാക്ഷസന്മാർ ഇപ്പോൾ ആ മതിലാണ് തല കൊണ്ട് മുട്ടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അനേകം പേരും വന്ന് നമ്മുടെ ഈ പ്രവൃത്തിയെ വാഴ്ത്തുമാറ് ദൈവം നമ്മുടെ പ്രവൃത്തികൾക്ക് കരുത്ത് നൽകുമെന്ന്, നമ്മുടെ കൈകൾക്ക് കരുത്ത് നൽകുമെന്ന് ഈ ദൈവവചനത്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വിലാപം അതിൽ നമ്മളോട് സൂചിപ്പിക്കുന്നത് ആ വസ്തുതയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.